അല്ലു അർജുൻ ചിത്രം രാക്ക ഒരുങ്ങുന്നത് ഒരു ഇന്റർനാഷണൽ സിനിമയായി. കാത്തിരിപ്പിനൊടുവിൽ ഖലീഫ ട്രെയിലർ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്ന് 7 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 7 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 16,50,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 34 കോടി രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. അത് മാത്രവുമല്ല, 15 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ തുടക്കം തിയേറ്ററുകളിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസും ഉറപ്പിച്ചിട്ടുണ്ട്. ലോകേഷ് കനകരാജ് നായകനായിട്ടെത്തിയ DC എന്ന ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 11,70,00,000 രൂപയോളം സ്വന്തമാക്കിയ DCയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 68 കോടി രൂപയോളമാണ്. 35 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ DCക്ക് ഈ വീക്കെൻഡിലും മികച്ചൊരു കളക്ഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രത്തിന്റെ 15 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 34,25,00,000 രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ 15 ദിവസത്തെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 570 കോടി രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 16,700 കോടി രൂപയുമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 2,100 കോടി രൂപ. സൂര്യ നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രത്തിന്റെ ആദ്യ ദിന ട്രാക്കിംഗ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ആദ്യ ദിനം 1,50,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും 10 കോടി രൂപയും സ്വന്തമാക്കിയ വിശ്വനാഥ് ആൻഡ് സൺസിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ട്രാക്കിംഗ് കളക്ഷൻ 25 കോടി രൂപയോളമാണ്. നാളെ ഉച്ചയോടെ മാത്രമേ ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരികയുള്ളൂ. വിശ്വനാഥ് ആൻഡ് സൺസിന്റെ ബഡ്ജറ്റ് 120 കോടി രൂപ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം മല്ലു സിംഗ്. സാജൻ ജേക്കബ്, ഉഷ മനു, ലീല രാജൻ, നവീദ് VN, ദിവ്യലക്ഷ്മി എന്നിവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കളങ്കാവൽ എന്ന സിനിമയ്ക്ക് ശേഷം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് മായൻ. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന മായന്റെ നിലവിൽ നടന്നു വന്നിരുന്ന റഷ്യയിലെ ആദ്യഘട്ട ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. പുരാതനമായ ആഭിചാര ആചാരങ്ങളെയും അദൃശ്യ ശക്തികളെയും പശ്ചാത്തലമാക്കുന്ന ഈ ചിത്രത്തിൽ ജയസൂര്യയ്ക്കൊപ്പം നൈല ഉഷയാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. മാജിക് മൂൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രാജീവ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് റാഫിയും ജിതിൻ കെ ജോസും ചേർന്ന്. ഛായാഗ്രഹണം ഫൈസൽ അലി, മ്യൂസിക് മുജീബ് മജീദ്. ഇനി മായന്റെ തുടർന്നുള്ള ചിത്രീകരണം വരുന്ന സെപ്റ്റംബർ മാസത്തോടെ കേരളത്തിൽ വെച്ച് തുടക്കമാവും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ തമിഴ്നാട്ടിലെ കാരക്കുടിയിൽ വെച്ച് നടന്നു വന്നിരുന്ന ഷൂട്ട് ഇപ്പോൾ 2 വാരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ മാസം അവസാനത്തോടെ മാത്രമേ ഇവിടുത്തെ ചിത്രീകരണം പൂർണ്ണമായും പൂർത്തിയാവുക. ആക്ഷനും മാസിനും കോമഡിക്കുമൊക്കെ പ്രാധാന്യം നൽകി ഒരുക്കുന്ന ഈ സിനിമയിൽ തിരുവനന്തപുരത്തുകാരനായ ഒരു ലോറി ഡ്രൈവറുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുകയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിലൊന്നായി തയ്യാറാവുന്ന ഈ സിനിമയിൽ മമ്മൂക്കയ്ക്കൊപ്പം ജീൻ പോൾ ലാൽ, സിദ്ധാർത്ഥ് ഭരതൻ, ഹാഷിർ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മാത്രമല്ല, ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ അനൗൺസ്മെന്റും ഈ ആഴ്ചയോടെ തന്നെ പുറത്തു വരുമെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ബോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു എപ്പിക് ഫാന്റസി പാൻ ഇന്ത്യൻ സിനിമയാണ് രാമായണ. രൺബീർ കപൂർ, യാഷ്, സായി പല്ലവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രാമായണയുടെ കൃത്യമായ റിലീസ് തീയതി ഇതുവരെ മൂവി ടീം പുറത്തുവിട്ടിരുന്നില്ല. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന നവംബർ മാസം 6-ാം തീയതി ചിത്രം വിദേശ രാജ്യങ്ങളിൽ റിലീസിനെത്തും. എന്നാൽ ഇന്ത്യയിൽ നവംബർ 8-ാം തീയതിയോടെ മാത്രമേ ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുകയുള്ളൂ. ഇതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്തെന്നാൽ ഇന്ത്യക്ക് പുറത്ത് ചൈനയിലും ഒരു വമ്പൻ റിലീസാണ് സിനിമയ്ക്കായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദ ലെജൻഡ് ഓഫ് പ്രിൻസ് എന്ന പേരിൽ ചൈനയിൽ മാത്രം 8,000-ഓളം സ്ക്രീനുകളിൽ രാമായണ റിലീസിനെത്തും. കാത്തിരിക്കാം രാമായണയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. സൂര്യയെ നായകനാക്കി ജിത്തുമാധവൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 47. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നിലവിൽ നടന്നു വരികയാണെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സംവിധായകൻ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സൂര്യയ്ക്കൊപ്പം നസ്രിയ, നസ്ലിൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ ഒരു ക്രൈസി പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് സൂര്യ എത്തുന്നത്. ഫാമിലി ഓഡിയൻസിനും സൂര്യ ആരാധകർക്കും ഒരുപോലെ ആഘോഷമാക്കാനുള്ള തരത്തിൽ ഒരു സ്റ്റൈലിഷ് എന്റർടൈനറായി തയ്യാറാവുന്ന സൂര്യ 47ന്റെ ഒരു ടൈറ്റിൽ ടീസർ ഓൾറെഡി മൂവി ടീം ഒരുക്കി കഴിഞ്ഞു. എന്നാൽ വിശ്വനാഥ് ആൻഡ് സൺസിന്റെ റിലീസ് കാരണമാണ് ആ ഒരു ടീസർ പുറത്തു വിടാതിരുന്നത്. സോ ഇപ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസിന്റെ റിലീസ് കഴിഞ്ഞതിനാൽ ഇനി എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ടൈറ്റിൽ ടീസർ പുറത്തു വന്നേക്കാം. എന്തായാലും വരുന്ന നവംബർ മാസത്തോടെ സൂര്യ 47 റിലീസിനെത്തുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എന്ന ചിത്രവും റിലീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സിനിമയുടെ ഗാനങ്ങളെല്ലാം തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, അതും പാൻ ഇന്ത്യൻ ഭാഷകളിൽ. ഇതിനിടയിൽ ടോക്സിക്കിന്റെ സെൻസർ റിപ്പോർട്ട് മൂവി ടീം ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 3 മണിക്കൂറും 14 മിനിറ്റും. ഏതാണ്ട് 600 കോടി രൂപയോളം ബഡ്ജറ്റിൽ KVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് യാഷിനോടൊപ്പം കിയാര അദ്വാനി, നയൻതാര, ഉമാ ഖുറേഷി, രുക്മിണി വസന്ത്, സുദേവ് നായർ, ചെമ്പവിനോദ് തുടങ്ങി വമ്പൻ താരനിര ഭാഗമാകുന്ന ടോക്സിക് വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്തും.
ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തേണ്ട സിനിമയായിരുന്നു ഐ ആം ഗെയിം. എന്നാൽ ഡബ്ബിംഗ് വർക്കുകൾ പൂർത്തിയാവാത്തതിനാലും വിദേശ രാജ്യങ്ങളിലെ റിലീസ് ഇഷ്യൂസ് മൂലവും ഐ ആം ഗെയിമിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി മൂവി ടീം തന്നെ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായി അറിയിച്ചിട്ടുമുണ്ട്. ഓഗസ്റ്റ് 20-ൽ നിന്നും സെപ്റ്റംബർ 3-ലേക്കാണ് സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുന്നത്. ഓണം ഹോളിഡേസിൽ നിന്നും റിലീസ് മാറ്റിയത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ കൂടി സെപ്റ്റംബർ 3 എന്നത് മികച്ച ഒരു റിലീസ് വീക്കെൻഡ് ആണെന്ന് പറയാൻ സാധിക്കും. സെപ്റ്റംബർ 3 വ്യാഴാഴ്ച, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി പബ്ലിക് ഹോളിഡേ, കൂടാതെ ശനി ഞായർ തുടങ്ങി മികച്ച ഒരു വീക്കെൻഡ് തന്നെയാണ് ഐ ആം ഗെയിം വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സിനിമയ്ക്ക് സോളോ റിലീസും. അപ്പോൾ കാത്തിരിക്കാം ഐ ആം ഗെയിമിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ രാക്ക. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൈഫൈ പശ്ചാത്തലത്തിലും പാരലൽ യൂണിവേഴ്സ് തീമിലുമായി കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ട് മുംബൈയിലെ ഒരു സെറ്റ് വർക്കുകളിലാണ് നടന്നു വരുന്നതെന്നും അതും 50 കോടി രൂപയോളം മുതൽ മുടക്കിൽ സിനിമയിലെ വലിയൊരു സംഘടന രംഗമാണ് ചിത്രീകരിക്കുന്നതെന്നും അല്ലു അർജുനും ദീപിക പദുകോണുമാണ് ഈ ഒരു രംഗത്തിൽ പ്രധാനമായും അഭിനയിക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഘടന രംഗത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ലുക്കിലാവും അല്ലു അർജുൻ എത്തുകയെന്നും പറയപ്പെടുന്നു. രാക്കയുടെ പൂർണ്ണമായ ചിത്രീകരണം വരുന്ന ഒക്ടോബർ മാസത്തോടെ പൂർത്തിയാക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൺ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് വിപുലമായ വിഷ്വൽ എഫക്ട്സും ഗ്രാഫിക്സ് ജോലികളും ആവശ്യമുള്ളതിനാൽ ഷൂട്ടിംഗിന് ശേഷം വലിയൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം ആവശ്യമാണ്. അതിനാൽ തന്നെ വരുന്ന 2027 ഡിസംബർ മാസത്തിലാവും രാക്ക എന്ന ഈ ചിത്രം റിലീസിനെത്തുക. ഏതാണ്ട് 700 കോടി രൂപയോളം ബഡ്ജറ്റിൽ സൺ പിക്ചേഴ്സ് ആണ് രാക്ക നിർമ്മിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 5 ദിവസങ്ങൾ മാത്രം. ഇന്നിപ്പോൾ മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും ചിത്രത്തിന്റെ സെൻസറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച വിവരം ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ 2 മണിക്കൂറും 39 മിനിറ്റും 45 സെക്കൻഡുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം. ഇതിനിടയിൽ ചിത്രത്തിന്റെ ട്രെയിലർ എന്നാവും പുറത്തു വരികയെന്ന് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. മോസ്റ്റ്ലി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ട്രെയിലർ വരുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ സൂചിപ്പിച്ചിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇതൊന്ന് കൺഫേം ചെയ്യാൻ സംവിധായകൻ വൈശാഖിന്റെ ഇൻസ്റ്റാ പേജിൽ കമന്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു മറുപടി നൽകിയിട്ടുണ്ട്. സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉടനെ തന്നെ ട്രെയിലർ വരുമെന്നാണ് അദ്ദേഹം റിപ്ലൈ ആയി കമന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് ട്രെയിലർ വരാൻ സാധ്യതയില്ല. മേ ബി ഇനി നാളെയോ അല്ലെങ്കിൽ വരുന്ന ഞായറാഴ്ചത്തേന് ഖലീഫയുടെ ട്രെയിലർ പ്രതീക്ഷിച്ചാൽ മതി. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ കൊമേഴ്സ്യൽ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഷൂട്ടിംഗ് വർക്കുകൾ നിർത്തിവെച്ചിരുന്ന ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം കേരളത്തിൽ ഒരു ഷെഡ്യൂൾ ചിത്രീകരണവും സിംഗപ്പൂർ, ഹോങ്കോങ് എന്നീ സ്ഥലങ്ങളിലായി ഓരോ ഷെഡ്യൂൾ ചിത്രീകരണവുമാണ് സിനിമയ്ക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതിൽ കേരളത്തിൽ വെച്ചുള്ള ചിത്രീകരണമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതും വരുന്ന ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിലാവും ആരംഭിക്കുകയെന്നും പറയപ്പെടുന്നു. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ, വിജയരാഘവൻ, ജോണി ആന്റണി, കബീർ ദുഹാൻ സിംഗ്, ദിവ്യാപിള്ള തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പൻ നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. കാത്തിരിക്കൂ ഒറ്റക്കൊമ്പന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്ന് 1 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഈ ഒരു വേളയിൽ നമുക്ക് കൂലി ചിത്രത്തിന്റെ ഫൈനൽ ഡീറ്റെയിൽഡ് കളക്ഷൻ ഒന്ന് പരിശോധിക്കാം. ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ 144 കോടി 25 ലക്ഷം രൂപ, കേരള കളക്ഷൻ 24 കോടി 90 ലക്ഷം രൂപ, കർണാടക കളക്ഷൻ 40 കോടി 25 ലക്ഷം രൂപ, ആന്ധ്ര തെലങ്കാന കളക്ഷൻ 68 കോടി 50 ലക്ഷം രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 45 കോടി 50 ലക്ഷം രൂപ, ഓവർസീസ് കളക്ഷൻ 179 കോടി 30 ലക്ഷം രൂപ. 500 കോടി രൂപയോളം മുതൽ മുടക്കിൽ സൺ പിക്ചേഴ്സ് നിർമ്മിച്ച കൂലിയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 502 കോടി 7 ലക്ഷം രൂപ. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എന്നും നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.